വെരി ഗുഡ് മോർണിംഗ് മക്കളെ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സെക്കൻഡറി മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു തുടങ്ങി. സെക്കൻഡറി മാർക്കറ്റും പ്രൈമറി മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കി. പിന്നെ സെക്കൻഡറി മാർക്കറ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കി. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം പിന്നെ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചിരുന്നു. അതായത് എങ്ങനെയാണ് കൺട്രോൾ ഓവർ സെക്യൂരിറ്റി മാർക്കറ്റിൽ വരുന്ന സ്റ്റേജസ് ഏതൊക്കെയാണ്. അപ്പോൾ 3 സ്റ്റേജസിലൂടെയാണ് കടന്നു പോകുന്നത്. 1 റെക്കഗ്നൈസേഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, 2 ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ്, 3 രജിസ്ട്രേഷൻ ഓഫ് ബ്രോക്കേഴ്സ്. അപ്പോൾ എന്താണ് റെക്കഗ്നൈസേഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ തിരിച്ചറിയുക, അതാണ് റെക്കഗ്നൈസേഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതാണ് ആദ്യത്തെ ഒരു സ്റ്റേജായിട്ട് വരുന്നത്. റെക്കഗ്നൈസേഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആണ് അല്ലേ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ. റെക്കഗ്നൈസേഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ എന്താണ് ഈ റെക്കഗ്നൈസേഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. അതായത് റെക്കഗ്നൈസേഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലുള്ള ട്രാൻസാക്ഷൻസ് ആണ് എന്ത് സെക്കൻഡറി മാർക്കറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഒരു സെൻട്രലൈസ്ഡ് മാർക്കറ്റാണ്. അവിടെ ബയേഴ്സ് ഉണ്ടാവും, സെല്ലേഴ്സ് ഉണ്ടാവും. അവർക്ക് അവരുടെ എന്ത് ചെയ്യുക ബിസിനസ് നടത്താം. അവരുടെ സെക്യൂരിറ്റീസ് എന്ത് ചെയ്യുക അവരുടെ സൗകര്യത്തിനനുസരിച്ച്, അവരുടെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള രീതിക്കനുസരിച്ച് അവർക്ക് പോസിബിൾ ആയിട്ടുള്ള ഫെയറസ്റ്റ് ആയിട്ടുള്ള പ്രൈസിന് എന്ത് ചെയ്യുക വിൽക്കുകയും വാങ്ങുകയും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നടത്തുന്ന ഓരോ ബിസിനസ്സും നമുക്ക് സ്ക്രീനിൽ തെളിഞ്ഞ് കാണാൻ പറ്റും. അതായത് സ്ക്രീൻ ബേസ്ഡ് ബിസിനസ്സാണ് പലപ്പോഴും ട്രേഡിങ് പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക കാണാൻ പറ്റുക. അതായത് ഇപ്പോൾ ട്രേഡിങ് നടക്കുന്ന ആ ട്രേഡിങ് ശരിക്കും എന്താണ് സ്ക്രീൻ ബേസ്ഡ് ആണ്. അത് സ്ക്രീനിൽ തെളിഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഓതറൈസ്ഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ബിസിനസ് നടത്താൻ, അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസിന് മാത്രമാണ് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഒരു കാര്യം പറയുന്നത്. അപ്പോൾ ഈ ശരിക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണ് ഓപ്പൺ ടു എനി വൺ ആണ്. ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്ത് ചെയ്യാം പ്രവർത്തിക്കാം. ബിഗ് ഓർ സ്മോൾ വിത്ത് മണി ടു ഇൻവെസ്റ്റ് ഓർ സെക്യൂരിറ്റീസ് ടു സെൽ അല്ലേ. അപ്പോൾ ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക, വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക സെക്യൂരിറ്റീസിൽ. ഓക്കെ, അപ്പോൾ സെക്യൂരിറ്റീസ് വിൽക്കുന്നതിനും വാങ്ങുന്നതിനും വേണ്ടിയിട്ട് വലുതോ ചെറുതോ ആയിട്ടുള്ള എമൗണ്ടുകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം പ്രവർത്തിക്കാം. പക്ഷേ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ മെമ്പേഴ്സൊക്കെ എന്താണ് അവിടുത്തെ മെമ്പേഴ്സൊക്കെ ഓതറൈസ്ഡ് മെമ്പേഴ്സാണ്. സെബിയുടെ അല്ലേ അവിടുത്തെ കമ്പനികളൊക്കെ ഓതറൈസ്ഡ് കമ്പനീസാണ്. ഓക്കെ, അപ്പോൾ ആ കമ്പനീസിൻ്റെ സെക്യൂരിറ്റീസ് വാങ്ങുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യാം ആർക്ക് വേണമെങ്കിലും. അപ്പോൾ അതിൽ ചെയ്യുന്ന ഓരോ ബിസിനസ് പ്രവർത്തനങ്ങളും ആ സ്ക്രീനിൽ എന്ത് ചെയ്യും ട്രാൻസാക്ഷൻസും സ്ക്രീൻ ബേസ്ഡ് ആണ്. അപ്പോൾ ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസ്ഡ് മാർക്കറ്റാണ്. എന്താണ് പർച്ചേസ് നടത്താനും സെയിൽ നടത്താനും ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസിൻ്റെ പർച്ചേസ് സെയിൽ ഇതൊക്കെ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കുറച്ചുകൂടി ഒരു ഓർഗനൈസ്ഡ് സെക്കൻഡറി മാർക്കറ്റാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ തിരിച്ചറിയുക, കൃത്യമായിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ മനസ്സിലാക്കുക, റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ സെക്കൻഡറി മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുമ്പോൾ ഉള്ള ആദ്യത്തെ പ്രോസസ്സ് അല്ലേ. അപ്പോൾ എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത് അല്ലേ. അപ്പോൾ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ പ്രവർത്തനങ്ങളാണെന്ന് പറഞ്ഞു. ഇനി എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു വെച്ചാൽ, അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റ് ആർ ഓൾസോ റെഫേർഡ് ആസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ദേ ആർ ദ പാർട്ട് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. ദേ അസിസ്റ്റ് ദ കൺട്രോൾ ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ആസ് പെർ ദ സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് 1956. എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് ഡിഫൈൻഡ് ആസ് ആൻ അസോസിയേഷൻ ഓഫ് ഓർഗനൈസേഷൻ ഓർ ബോഡി ഓഫ് individuals, whether incorporated or not, established for the purpose of assisting, regulating and controlling business in buying, selling and dealing in securities. In simple terms, stock exchange is a place where securities issued by government, public bodies and joint stock companies is traded.
അപ്പോൾ നമ്മൾ സെക്കൻഡറി മാർക്കറ്റിൽ എന്താണ് ജോയിൻറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി മാർക്കറ്റിലെ മുഴുവൻ പ്രവർത്തനങ്ങളും നടക്കുന്ന ഒരു പ്രത്യേക മാർക്കറ്റാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ ശരിക്കും എന്താണ് സെക്കൻഡറി മാർക്കറ്റിനെ നമുക്ക് എന്തുകൂടി വിളിക്കാം, സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് തന്നെ ഏറെക്കുറെ പറയാൻ പറ്റും. പിന്നെ നമുക്ക് പറയാവുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഒരു പാർട്ടാണ് ശരിക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ശരിക്കും സെക്യൂരിറ്റീസിൻ്റെ സെല്ലിങ്ങും ബൈയിങ്ങും ഒക്കെ നടത്തുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ അതിനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ്. അപ്പോൾ സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് 1956 പ്രകാരം സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതൊരു അസോസിയേഷനാണ്, ഒരു ഓർഗനൈസേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ എന്താണ്, അസിസ്റ്റിംഗ്, റെഗുലേറ്റിംഗ്, കൺട്രോളിങ് ബിസിനസ് അല്ലേ, ഓർ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഡീലിംഗ് ഇൻ സെക്യൂരിറ്റീസ്. അപ്പോൾ സെക്യൂരിറ്റീസിൻ്റെ ബിസിനസ് ബൈയിങ്ങും സെല്ലിങ്ങും ഒക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു നമ്മളെന്താ പറയുക, ഒരു പ്രത്യേക ബിസിനസ്സിലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏകോപിപ്പിച്ച് പോകുന്ന ഒരു പ്രത്യേക ഓർഗനൈസേഷനാണ് ശരിക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് സിമ്പിൾ ടേമിൽ പറയുന്നുണ്ട്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് എ പ്ലേസ് വെർ ദ സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ബൈ ദ ഗവൺമെൻറ്, പബ്ലിക് ബോഡീസ് ആൻഡ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ഈസ് ട്രേഡഡ് അല്ലേ. അപ്പോൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾ, അതുപോലെ തന്നെ പബ്ലിക് ബോഡീസ്, അതുപോലെ തന്നെ എന്താണ് ഗവൺമെൻറ് അല്ലേ, ഇവരൊക്കെ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസിനെ ട്രേഡ് ചെയ്യുക. അതായത് ട്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സെല്ലിങ്ങും ബൈയിങ്ങും ട്രാൻസാക്ട് ചെയ്യുക. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സ്ഥലം, ആ ഒരു മാർക്കറ്റ്, ആ ഒരു സെക്കൻഡറി മാർക്കറ്റ്, അതിനെയാണ് ശരിക്കും എന്ത് പറയുന്നത്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് അതിൻ്റേതായ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങിയത്, അതായത് എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, സെക്യൂരിറ്റി മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, സെക്യൂരിറ്റി മാർക്കറ്റ്, കൺട്രോൾ ഓവർ സെക്യൂരിറ്റി മാർക്കറ്റ്, എങ്ങനെയാണ് സെക്യൂരിറ്റി മാർക്കറ്റിൻ്റെ കൺട്രോളിങ് നടക്കുന്നത് അല്ലേ. അപ്പോൾ സെക്യൂരിറ്റി മാർക്കറ്റിൻ്റെ കൺട്രോളിങ് നടക്കുന്നത് 3 രീതിയിലാണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് എന്താണ്, റെക്കഗ്നൈസേഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ്, രജിസ്ട്രേഷൻ ഓഫ് ബ്രോക്കേഴ്സ് ആണ്. അപ്പോൾ എന്താണ് റെക്കഗ്നൈസേഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ, ശരിക്കും ഒരു സെക്കൻഡറി മാർക്കറ്റ് തന്നെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ സെക്കൻഡറി മാർക്കറ്റിൽ എന്ത് ചെയ്യാണ്, ഷെയർസിൻ്റെ ട്രേഡിംഗ് ആണ് എന്ത് ചെയ്യുന്നത്, ബൈയിങ്ങും സെല്ലിങ്ങും. അതായത് അവിടെയുള്ള ആളുകൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള പ്രൈസിന് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, അവിടുത്തെ ഓതറൈസ്ഡ് മെമ്പേഴ്സാണ് എന്ത് ചെയ്യുന്നത്, ഈ ട്രാൻസാക്ഷൻസൊക്കെ നടത്തുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഒരു ചെറിയ എമൗണ്ടോ ഒരു വലിയ എമൗണ്ടോ ഒക്കെ എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം സെക്യൂരിറ്റീസിൻ്റെ മുകളിൽ. സെക്യൂരിറ്റീസ് ബൈ ചെയ്യുക സെല്ല് ചെയ്യുകയൊക്കെ ചെയ്യാം. പിന്നെ ശരിക്കും എന്താണെന്ന് വെച്ചാൽ, ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എന്താണ്, ഒരു ഓർഗനൈസ്ഡ് മാർക്കറ്റാണ്. അതായത് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ സെക്യൂരിറ്റീസിനെ ഒന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ശരിക്കും എന്താണെന്ന് വെച്ചാൽ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. പിന്നെ എന്താണ്, അവരെന്ത് ചെയ്യുന്നു, ബൈയിങ്ങും സെല്ലിങ്ങും ഒക്കെ കൺട്രോൾ ചെയ്യുകയാണ് അല്ലെ സെക്യൂരിറ്റീസിൻ്റെ. പിന്നെ സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് 1956 പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഒരു അസോസിയേഷനാണ്, ഒരു ഓർഗനൈസേഷനാണ്, ഒരു ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. എന്തിനാ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അസിസ്റ്റ് ചെയ്യുകയാണ്, റെഗുലേറ്റ് ചെയ്യുകയാണ്, കൺട്രോൾ ചെയ്യുകയാണ്, ബിസിനസ് കൺട്രോൾ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ബൈയിങ്ങും സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റീസ് എന്ത് ചെയ്യുക, ഡീൽ ചെയ്യുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു റെഗുലേറ്ററി ബോഡി, അതല്ലെങ്കിൽ ഒരു അസിസ്റ്റിംഗ് ബോഡി, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, ഇതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് സിമ്പിൾ ടേമിൽ പറയുകയാണെങ്കിൽ ഗവൺമെൻറ്, പബ്ലിക് ബോഡീസ്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസൊക്കെ എന്ത് ചെയ്യണം, അവരുടെ സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യാൻ, ബൈയിങ്ങും സെല്ലിങ്ങും ഒക്കെ നടത്തുന്ന ഒരു പ്ലേസാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാനുള്ളത് ഫീച്ചേഴ്സാണ്. ഫീച്ചേഴ്സ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഒരു 6-7 ഫീച്ചേഴ്സ് നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ഒന്ന് നോക്കാം. ഇറ്റ് ഈസ് എ സെൻട്രലൈസ്ഡ് മാർക്കറ്റ് പ്ലേസ്
to trade in securities, which is done through member brokers. They are theater of trading securities. They assist to buy and sell securities. A stock exchange is an auction market. Bidders compete with each other to buy securities from the secondary market. It has its own rules and regulations. It has facility to genuine speculation. It is government patronage and control. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയുന്നത്. അതായത് എന്തൊക്കെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഫീച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. അതായത് ഒരു സെൻട്രലൈസ്ഡ് മാർക്കറ്റ് പ്ലേസ് ആണ് സെക്യൂരിറ്റീസിൻ്റെ. അവിടെ എന്ത് ചെയ്യുന്നു, അവിടെ ഇതിൻ്റെ ഈ സെക്യൂരിറ്റീസിനൊക്കെ കുറേയൊക്കെ ഡീൽ ചെയ്യുന്നത് ശരിക്കും ആരാണ്? ബ്രോക്കേഴ്സാണ്, അല്ലെങ്കിൽ ഡയറക്റ്റും ചെയ്യാം. അപ്പോൾ രണ്ട് രീതിയിലാണ് ശരിക്കും ഇവിടെ ചെയ്യുന്നത്. സെൻട്രലൈസ്ഡ് മാർക്കറ്റായിട്ടുള്ള സെക്യൂരിറ്റീസിൻ്റെ ട്രേഡിങ്ങിൻ്റെ സെൻട്രലൈസ്ഡ് മാർക്കറ്റാണിത് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ പ്രധാനമായിട്ടും ബ്രോക്കേഴ്സാണ് എന്ത് ചെയ്യുന്നത്, ട്രേഡിങ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യാനുള്ള ഒരു തിയേറ്ററാണ്, ഒരു പ്ലാറ്റ്ഫോമാണ്. പിന്നെ അതുപോലെ തന്നെ സെക്യൂരിറ്റീസിൻ്റെ ബൈയിങ്ങും സെല്ലിങ്ങിനും അസിസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ഓപ്ഷൻ മാർക്കറ്റാണ്, ഒരു ഓപ്ഷൻ മാർക്കറ്റാണ്. പിന്നെ എന്ത് വെച്ചാൽ കോമ്പറ്റേറ്റ് ചെയ്തിട്ട് സെക്യൂരിറ്റീസ് ബൈയിങ്ങും സെല്ലിങ്ങും ഒക്കെ നടത്താൻ പറ്റുന്ന ഒരു സെക്കൻഡറി മാർക്കറ്റാണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. പിന്നെ അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് അതിൻ്റേതായിട്ടുള്ള റൂളുകൾ ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം ജെനുവിൻ സ്പെക്കുലേഷൻ. അപ്പോൾ സ്പെക്കുലേഷൻ നടക്കും, പക്ഷേ ജെനുവിനായിട്ടുള്ള സ്പെക്കുലേഷൻ നടത്തപ്പെടുന്ന ഒരു വേദി കൂടിയാണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. പിന്നെ അതുപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഗവൺമെൻറ്റിൻ്റെ മുഴുവൻ കൺട്രോളിൽ വരുന്ന ഒരു സെക്കൻഡറി മാർക്കറ്റ് കൂടിയാണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഫീച്ചേഴ്സായിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഇനി നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഫീച്ചേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഫങ്ഷൻസ് എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ പ്രധാനമായിട്ടും ഒരു 7 ഫങ്ഷൻസാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ടു പ്രൊവൈഡ് റെഡി മാർക്കറ്റ് എന്നുള്ളതാണ്. എന്താണ് ടു പ്രൊവൈഡ് റെഡി മാർക്കറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രൊവൈഡ്സ് എ റെഡി മാർക്കറ്റ് ആൻഡ് കണ്ടിന്യൂസ് മാർക്കറ്റ് ഫോർ സെക്യൂരിറ്റീസ്. ഇറ്റ് ഈസ് ദ ബേസിക് ഫംഗ്ഷൻ, അല്ലേ? അപ്പോൾ നമുക്കറിയാം സെക്യൂരിറ്റി മാർക്കറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക് ഫംഗ്ഷനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്ത് ചെയ്യാണ്, ഒരു കണ്ടിന്യൂസ് മാർക്കറ്റ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് മാർക്കറ്റാണ്, സെക്യൂരിറ്റീസിൻ്റെ കണ്ടിന്യൂസ് മാർക്കറ്റാണ്. സെക്യൂരിറ്റീസിൻ്റെ ബൈയിങ്ങും സെല്ലിങ്ങും ഒക്കെ നടത്താൻ പറ്റുന്ന ഒരു കണ്ടിന്യൂസ് മാർക്കറ്റ്, ഒരു സെക്കൻഡറി മാർക്കറ്റായിട്ട് എന്ത് ചെയ്യാണ്, പ്രവർത്തിക്കുകയാണ്. അപ്പോൾ പ്രൈമറി മാർക്കറ്റിൽ നിന്ന് നേരെ എന്ത് ചെയ്യാണ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് വരികയാണ്. അപ്പോൾ സെക്യൂരിറ്റീസിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് പ്രവർത്തിക്കുകയാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഏറ്റവും ബേസിക് ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു റെഡി മാർക്കറ്റായിട്ട് എന്ത് ചെയ്യുക, നിലകൊള്ളുക എന്നുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ലിക്വിഡിറ്റി ആൻഡ് മാർക്കറ്റബിലിറ്റി ഓഫ് സെക്യൂരിറ്റീസ്, അല്ലേ? അപ്പോൾ എന്ത് വെച്ചാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം എന്ത് ചെയ്യുക, ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുക. അതായത് സെക്യൂരിറ്റീസിന് എന്ത് ചെയ്യുക, ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുക. പിന്നെ എന്ത് വെച്ചാൽ ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യാം, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, സെക്യൂരിറ്റീസിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ ക്യാഷ് ആക്കിയിട്ട് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, മാറ്റാൻ പറ്റും, അല്ലേ? അപ്പോൾ മാർക്കറ്റ് പ്രൈസ് എന്താണോ മാർക്കറ്റ് പ്രൈസിനനുസരിച്ച് ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യാം, അവരുടെ സെക്യൂരിറ്റീസിന് എന്താക്കാം, ക്യാഷ് ആക്കിയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യാണ് ഇതിലൂടെ ചെയ്യുന്നത്, ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിന് അവരുടെ പോർട്ട്ഫോളിയോ, അല്ലേ, ഒരു പോർട്ട്ഫോളിയോയിൽ നിന്ന് വേറൊരു പോർട്ട്ഫോളിയോയിലേക്ക് മാറാനുള്ളൊരു അവസരം കൂടി എന്ത് ചെയ്യാണ്, കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ക്യാൻ അറ്റ് ദ ടൈം ദേ ക്യാൻ സെൽ ദ സെക്യൂരിറ്റീസ് ആൻഡ് പർച്ചേസ് അനദർ, ദസ് ഗിവിങ് ദം മാർക്കറ്റബിലിറ്റി, അല്ലേ? അപ്പോൾ ഒരു പോർട്ട്ഫോളിയോയിൽ നിന്ന് വേറൊരു പോർട്ട്ഫോളിയോയ്ക്ക് മാറാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഒരു ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസിൽ നിന്ന് അത് ഒഴിവാക്കിയിട്ട് അത് വിറ്റിട്ട് എന്ത് ചെയ്യുക, വേറെ ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്, അല്ലേ? അപ്പോൾ ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് മാർക്കറ്റബിലിറ്റി, സെക്യൂരിറ്റീസിൻ്റെ മാർക്കറ്റബിലിറ്റി എന്ത് ചെയ്യുകയാണ്, ഉറപ്പുവരുത്തുക ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സെക്യൂരിറ്റീസിൽ നിന്നുള്ള ലിക്വിഡിറ്റി അതും ഉറപ്പുവരുത്തുക ചെയ്യുന്നുണ്ട് ഏതിൽ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ 2 ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ബേസിക് ഫംഗ്ഷൻ എന്താണ്,
ഒരു റെഡി മാർക്കറ്റായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് സെക്യൂരിറ്റീസിൻ്റെ ട്രേഡിംഗ് നടത്താനുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണ് സെക്യൂരിറ്റീസിൻ്റെ ട്രേഡിംഗ് നടത്തുമ്പോൾ അതിൻ്റെ മാർക്കറ്റബിലിറ്റിയും അതിൻ്റെ ലിക്വിഡിറ്റിയും എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ പറയുന്നത്. മൂന്നാമത്തെ ഫംഗ്ഷൻ പറയുന്നത് എന്താണ്, ഫെയർ പ്രൈസ് ഡിറ്റർമിനേഷൻ അല്ലേ. അപ്പോൾ ഫെയർ പ്രൈസ് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എന്താണ്, നമുക്കറിയാം അതായത് ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നടന്നാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഫെയർ പ്രൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിശ്ചയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് സെല്ലേഴ്സും ബയേഴ്സും ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എന്ത് ഈ സെക്യൂരിറ്റി മാർക്കറ്റ്. അപ്പോൾ ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിന് എന്ത് കിട്ടും, കൃത്യമായിട്ട് ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ, ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആ മാർക്കറ്റിനെ കുറിച്ച് അവൈലബിൾ ആവുകയും ചെയ്യും. അപ്പോൾ ഒരുപാട് ബയേഴ്സും സെല്ലേഴ്സും ഉണ്ട് ഇനിയും. അപ്പോൾ ഇത് രണ്ടും കൂടി ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടിച്ചാൽ അതായത് എന്താണ്, കൃത്യമായിട്ട് രണ്ട് കൂട്ടരുടെയും ഒരു എന്താണ് ചിന്തകൾ എങ്ങനെയാണ് പോകുന്നത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും.